ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റും അതിൻ്റെ കെയറും എങ്ങനെയാണെന്നാണ് ട്ടോ. നമ്മളിൽ പലർക്കും ചെടികളൊക്കെ വളർത്താനായിട്ട് ഇഷ്ടമായിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയി വാങ്ങിക്കൊണ്ട് വരികയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ അത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുകയൊന്നും ചെയ്യാതെ വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അത് ചീത്തയായി പോകും. അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് പോവും. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, ഒരുപാട് ടൈമൊന്നും അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാതെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റും അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ഗോൾഡൻ പോത്തോസ് എന്ന് പറഞ്ഞ ഇൻഡോർ പ്ലാന്റ് ആണ്. അതായത് നമ്മളുടെ മണി പ്ലാന്റ്. മണി പ്ലാന്റ് തന്നെ ഈ ഒരു തരത്തിലുള്ളത് മാത്രമല്ല ഉള്ളത് കേട്ടോ, വേറെ ടൈപ്പിലുള്ളതും ഉണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ പോത്തോസ് എന്നാണ് ഇതിന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഈ ഒരു ഗ്രീൻ കളറിലെ ലീഫിൽ ഒരു യെല്ലോ കളറിലെ ഷെയ്ഡും കൂടി വന്നേക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളർത്താനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ചെടിയാണ്. ഒരുപാട് കെയറും ഒരുപാട് സമയവും അങ്ങനെയൊന്നും വേണ്ട. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു തൈ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നെങ്കിൽ നമുക്ക് ഒടിച്ചെടുക്കാം. കുറച്ചും കൂടെ വലിയ പ്ലാന്റിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തൈ മൂത്ത് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഇലയും കൂടെ ചേർന്നുള്ള ഭാഗത്തുനിന്ന് ചെറുതായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഒടിച്ചെടുത്ത് വെള്ളത്തിലിട്ട് വളർത്താനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നഴ്സറിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ അതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള കുറച്ച് കമ്പുകളാണ്. കമ്പല്ല, അതിന് തണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് വെള്ളത്തിൽ വളർത്താനായിട്ട് പറ്റും. അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിന് നല്ലതുപോലെ വേര് വരും. അപ്പം ഇതേപോലെ ഇങ്ങനെ ഒടിച്ചെടുത്തേക്കുന്ന തണ്ട് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് മണ്ണിൽ ഇടുവയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളർച്ചയൊന്നും അത്ര നല്ലതായിട്ട് ഉണ്ടാവത്തില്ല. ചിലപ്പോൾ അത് അവിടെ നിന്ന് ചീത്തയായി പോവുകയും ചെയ്യും. കാരണം ഇതിന് റൂട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റൂട്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വലിയ ചെടിയിൽ നിന്ന് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒടിച്ചെടുത്തേക്കുന്ന തണ്ടെല്ലാം ഒരു കുപ്പിക്കകത്ത് വെള്ളത്തിൽ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുപ്പിയിലോ നമ്മുടെ ഇഷ്ടമുള്ള നമുക്ക് എങ്ങനെ വെക്കാനാണ് സൗകര്യമുള്ളത് അതേപോലെ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇട്ട് വയ്ക്കുക. പിന്നെ ഇതിന് നമ്മളിപ്പം ഇടയ്ക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. അങ്ങനെ വളർത്താനായിട്ട് തീരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചെടിയാണ് ഈ ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പ്രകാശം ഉള്ളിടത്ത്, ഒരുപാട് വെളിച്ചം ഉള്ളിടത്ത് വേണമെങ്കിൽ വെക്കാം. ഇനി അഥവാ കുറച്ച് വെട്ടം കുറഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഓഫീസുകളിലൊക്കെ നോക്കിയാൽ കൂടുതലും അവിടെ എല്ലാം ഉള്ളത് ഈ ഒരു ഗോൾഡൻ പോത്തോസ് ആയിരിക്കും. കാരണം അവിടെയൊന്നും ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ. ബട്ട് സ്റ്റിൽ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ചെടികൾ നല്ല ഭംഗിയിൽ നല്ലപോലെ വളരുന്നുണ്ട് കാണാം. അതായത് വെളിച്ചം അങ്ങനെ ഒരുപാട് വേണം എന്നൊന്നുമില്ല. അപ്പം ഈ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലും നമുക്ക് കുറച്ച് ഇൻഡോറിലേക്ക് അധികം സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും വളർത്താൻ പറ്റും. ഇതുപോലെ നമ്മൾ കുപ്പിയിൽ ഇതിൻ്റെ ഈ തണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വേര് വരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന, വെള്ളത്തിലിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്ന തണ്ടുകളാണ്. അതിനകത്ത് കണ്ടോ കുറേ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ വേര് വന്നു കഴിയുമ്പോഴാണ് ഞാൻ അതിനെ മണ്ണിലേക്ക് മാറ്റാറുള്ളത്. എന്താ കണ്ടോ, ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ വേരുകൾ വരും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നല്ലതുപോലെ വേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലേക്ക് മാറ്റിയാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിന്ന് വളർന്നോളും. മറ്റ് ചെടികൾക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ എങ്ങനെ അതിനെ കെയർ ചെയ്യേണ്ടതെന്ന് ഒരുപാട് അറിയാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെടി വളർത്താനും ഒക്കെയുള്ള ഇൻട്രസ്റ്റിൽ നമ്മൾ ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം വെള്ളം കൂടിപ്പോയാലും ചില ചെടികൾക്ക് അത് അത്ര നല്ലതായിരിക്കത്തില്ല. അതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ വളർത്തുന്ന ചെടിയിൽ ഈ തണ്ടുകൾ നമ്മൾ വെള്ളത്തിൽ വളർത്തുമ്പോഴത്തേക്കിനും അത് നിറയെ, ആ ഒരു കുപ്പിയിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ 2-3 ദിവസം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഇത് ചെറുതായിട്ട് വെള്ളം താഴേക്ക്, ആ ജാറിൻ്റെ താഴേക്ക് വരുമെന്നേ ഉള്ളൂ. അതേസമയം മണ്ണിൽ ആണ് നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ജാറിൽ വെച്ചതുപോലെ അങ്ങനെ വെള്ളം തളം കെട്ടി നിൽക്കുകയൊന്നും വേണ്ട. അങ്ങനെ ആകുമ്പോഴും ചെടി ചീത്തയായി പോവും. നമുക്ക് തന്നെ മണ്ണിൽ ചെറുതായിട്ടൊന്ന് കൈ ഇങ്ങനെ വെച്ച് നോക്കും, നമ്മുടെ വിരൽ വെച്ച് നോക്കിയാൽ നമുക്കറിയാലോ ആ വെള്ളത്തിൻ്റെ അംശം എന്തുമാത്രം മണ്ണിലുണ്ട്, മണ്ണ് വെറ്റാണോ എന്നുള്ളത്. അത് നോക്കിയിട്ട് ആവശ്യം അനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. മണ്ണിലിരിക്കുന്ന ചെടിയിൽ ആഴ്ചയിൽ 2-3 തവണയൊക്കെ
മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ അതിൻ്റെ ലീഫില്ലേ, അതിൽ മാത്രം നമുക്ക് ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം അകത്തായിരിക്കുന്നെങ്കിലും പൊടിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ ആ ജാറിൽ വെച്ചിട്ട് എനിക്ക് നല്ലതുപോലെ വേര് വന്ന ആ തണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ ഞാൻ ഇതേപോലെ മണ്ണിലേക്ക് മാറ്റുവാണ്. ഇത് പോട്ടിംഗ് സോയിലാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുമല്ലോ പോട്ടിംഗ് സോയിൽ. അപ്പം അതാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഈ മണ്ണിലേക്ക് നമ്മൾ ഈ ചെടി വെക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇടാം കേട്ടോ, നമ്മുടെ വിരലിലും നഖത്തിലും ഒന്നും പറ്റാതിരിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഓൾറെഡി മണ്ണിൽ കൈ ഇട്ടതിന് ശേഷമാണ് ഗ്ലൗസ് ഇട്ടില്ല എന്ന് ഓർത്തത്. ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ നല്ലതുപോലെ നഖത്തിൻ്റെ ഭാഗമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടാവണം ഇത് എല്ലാം പരിപാടി കഴിയുമ്പോഴത്തേക്കിനും. ഞാൻ ഈ ഒരു ഗോൾഡൻ പൊത്തോസ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നമ്മളിങ്ങനെ രാവിലെയും വൈകുന്നേരവും വെച്ചിട്ടൊന്നും ഈ മണ്ണിൽ നിൽക്കുന്ന ചെടികളിലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളതിൻ്റെ പുറകെ തന്നെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് കെയർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതൊക്കെയാണ് എൻ്റെ റീസൺ. അപ്പോൾ അങ്ങനെ കാരണം ഈ തുടക്കത്തിൽ നമ്മളിപ്പം ചെടികൾ നമ്മൾ നോക്കി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ടല്ലേ. അപ്പം ഇങ്ങനെയുള്ള ചെടികളാണെങ്കിൽ അത്രയ്ക്കൊരു ബുദ്ധിമുട്ട്, നമ്മളിപ്പോൾ 1-2 ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും വരുന്നില്ല, അതങ്ങനെ വാടി പോവുമൊന്നുമില്ല. പിന്നെ അത് മണ്ണിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചൊന്ന് ഗ്രോ ആയി വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാം. കാരണം ഇതൊരു ക്ലൈംബർ പ്ലാന്റ് ആണല്ലോ, അപ്പോൾ അതിന് സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ DIY ആയിട്ട് ചെയ്തെടുത്തതാണ്. നമ്മളുടെ പഴയ മോപ്പ് ഉണ്ടാവത്തില്ലേ നമ്മൾ തുടയ്ക്കുന്ന, അതിൻ്റെ മോപ്പിൻ്റെ ഭാഗം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റിക്ക് ഞാൻ കയറ് ചുറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ എളുപ്പമാണ്, നമുക്ക് വീട്ടിൽ തന്നെ ആക്കിയെടുക്കാം. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റും അതിൻ്റെ ചില ഭാഗത്തേക്ക് അത് വളർന്നു വരുമ്പോഴത്തേക്കിനും അത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചട്ടിയിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നല്ല ബുഷിയായിട്ട് സൈഡിൽ കൂടെ ഒക്കെ വരും. ആ ഒരു രീതിയിലേക്ക് ഇത് വളരുമ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മാറ്റാം. ഒരു ജാറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പുതിയ പ്ലാന്റിൻ്റെ സെറ്റ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. വെള്ളത്തിൽ വളർത്തും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനകത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ വേരിൻ്റെ ഭാഗം അങ്ങ് ചീഞ്ഞു പോകും. ഇൻഡോർ പ്ലാന്റ്സും അതിൻ്റെ കെയറും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ലെവലിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു സ്ട്രെസ് റിലീവറിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് റിലീവറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്തതായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടന്നിട്ട് പിന്നെ നമ്മുടെ സ്ട്രെസ് വീണ്ടും കൂടത്തേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗോൾഡൻ പൊത്തോസിൽ ഒരുപാട് സൺലൈറ്റും ഒരുപാട് വെള്ളവും ഒക്കെ വന്നാലും അത് ചീത്തയായി പോകും. അപ്പോൾ ഒരു ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഈ ജാറിലൊക്കെ വളർത്തുന്ന വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റ് നമ്മൾ വിൻഡോയുടെ അടുത്താണ് വെച്ചേക്കുന്നതെങ്കിൽ അതിൽ ചിലപ്പം പായൽ വരാനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ചെറുതായിട്ട് പാടയൊക്കെ കെട്ടി വരുന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു സ്പോട്ടിൽ നിന്ന് മാറ്റി വെക്കണം. ഒരു പക്ഷേ ആ ഇരിക്കുന്ന സ്പോട്ടിൽ അതിന് കിട്ടുന്ന സൺലൈറ്റ് ഒരുപാട് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പായൽ വരുന്നത്. ഈ പായൽ ഇങ്ങനെ ഒരുപാട് നേരം നിന്നാൽ ചെടികൾ ചീത്തയായി പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട് മാത്രമായിരിക്കണം വെള്ളത്തിൽ നിൽക്കുന്നത്, അല്ലാതെ ഇലയും കൂടി വെള്ളത്തിൽ മുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ട്രിം ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇലയുടെ താഴേക്ക് സ്റ്റെമ്മിൻ്റെ കുറച്ച് ഭാഗവും കൂടി ഉണ്ടാവുന്ന രീതിയിൽ വേണം അതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമല്ലേ നമ്മൾ ഇതേപോലെ ജാറിൽ വെക്കുമ്പോഴത്തേക്കിനും ഇല കുറച്ച് മുകളിൽ നിൽക്കണം, ആ സ്റ്റെം ആയിരിക്കണം വെള്ളത്തിൽ നിൽക്കുക. അതുപോലെ നമ്മൾ ജാറിൽ വളർത്തുന്ന ചെടികൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ഇതേപോലെ കൊണ്ടുവന്നിട്ട് പൈപ്പിനടിയിൽ വെച്ച് നാക്കി ഒന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് പായലൊക്കെ പിടിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് പറ്റും. ആ അഴുക്കൊക്കെ അങ്ങ് പോയിക്കോളും. ആ വെള്ളവും കളയാം, കാരണം ആ ഒരു വെള്ളത്തിലൊരു കലക്കലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. പിന്നെ ചില ചെടികളിൽ നോക്കിയാൽ കാണാം നമുക്കതിൻ്റെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആ കരിഞ്ഞ് വരുന്നതും അതിന് സൺലൈറ്റ് കൂടുതലാവുന്നത് കൊണ്ടാണ് അങ്ങനെ കരിയാറുള്ളത്. അപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പം ജാറിൽ വെച്ചിരുന്ന എല്ലാ ചെടികളും ഒരേ സമയത്ത് തന്നെ എല്ലാത്തിനെയും വാഷ് ചെയ്തിട്ട് വേറെ പുതിയ വെള്ളം ഒഴിച്ചിട്ടും വയ്ക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ മുട്ടത്തോട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും അതങ്ങ് അടച്ചു വെച്ചേക്കുക. ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ തിളപ്പിച്ച് വെക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കിനും അത് തണുത്തിട്ടുണ്ടാവും. ആ വെള്ളം നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. പക്ഷേങ്കിൽ ഈ വെള്ളം ഞാനിവിടെ ഇൻഡോർ വെച്ചേക്കുന്ന പ്ലാന്റ്സിലൊന്നും ഒഴിക്കാറില്ല. ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡോർ നമ്മൾക്കെന്ന് പറയുമ്പം ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഫ്ലാറ്റിലാണ് ഉള്ളത്. അപ്പം ഇവിടെ നമ്മളെപ്പോഴും ജനൽ അങ്ങനെ തുറന്നിടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അതിന് സ്മെല്ല് നമ്മൾ ഈ മുട്ട നമ്മുടെ മുട്ടയുടെ തോട് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണല്ലോ, അപ്പം അതിന് ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഫ്ലൈസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളത് കാരണം ഞാൻ വെളിയിലിരിക്കുന്ന പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ ഇത് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അകത്തിരിക്കുന്ന പ്ലാന്റ്സിൽ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി ഞാനിത് കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചില ഇൻഡോർ പ്ലാന്റ്സ് എത്ര കെയർ ചെയ്തിട്ടും അതിനൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് സൺലൈറ്റ് കുറച്ചൊന്ന് കിട്ടുന്ന ഷെയ്ഡ് കിട്ടുന്നത് പോലെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷനും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ വളർന്നോളും. അപ്പം ഞാൻ അവിടെ നമ്മളുടെ ഉണ്ടായിരുന്ന മണ്ണിൽ വളർത്തിയിട്ടുണ്ടായിരുന്ന ആ ചെടിയില്ലേ, അത് 2 പോട്ടിലായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്നെല്ലാം പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇല എവിടെയാണ് നിൽക്കുന്നത് ആ ഇലയുടെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ താഴേക്ക് മാറിയിട്ടാണ് സ്റ്റെം കട്ട് ചെയ്തെടുത്തേക്കുന്നത്, വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് അതിനെല്ലാം കുറച്ച് ജഗ്ഗിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കഴിയുമ്പം ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതിന് വേര് വരും. അതിന് വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മണ്ണിലേക്ക് വേറെ പോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതേപോലെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും അല്ലേ? അപ്പം അതിൻ്റെയൊക്കെ പേരും വിവരങ്ങളും അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അപ്പോൾ അറിയിക്കുക കമൻസ് ആയിട്ട്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.